എല്ലാ ഭക്തർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നേരിടാനാവില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിക്കുന്നു. മറക്കില്ലെന്ന് കരുതിയതിനെ മറക്കാൻ പഠിപ്പിക്കുന്നു. അതിൻ്റെ പേരാണ് സാഹചര്യം. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ചില ബന്ധങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സങ്കടവും നൽകുന്നത്. ആരുമില്ലാതിരുന്നാലും നിങ്ങൾക്ക് കൂട്ടായി നിങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തിയും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറൊരാൾക്ക് അതിന് ഒരിക്കലും കഴിയില്ല എന്ന് ഭക്തർ മനസ്സിലാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അത് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ നിങ്ങളുടെ വിജയത്തിലും കൂടെ കൂട്ടരുത്. ഭക്തരെ, ഈ ലോകത്തിൽ ഏറ്റവും വേഗം മാറുന്നത് മനുഷ്യൻ്റെ ചിന്താഗതികളും വികാരങ്ങളുമാണ്. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണം മതി. ജയിക്കണം എന്ന നിങ്ങളുടെ ഉറച്ച തീരുമാനം. നിങ്ങൾ സൂര്യനെ നോക്കുക. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നിങ്ങളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള അകലമാണ് നിരാശ. എത്രത്തോളം പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നുവോ അത്രത്തോളം നിരാശകൾ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം കടന്നുവരും. നിങ്ങൾ ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, മറിച്ച് സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നിങ്ങളെ തകർക്കാനും തളർത്താനും അവർക്ക് കഴിയും. കൂടെയുള്ളവർ നമുക്ക് മാത്രം സ്വന്തമെന്ന് കരുതാതിരിക്കുക. നിങ്ങൾ മാത്രമല്ല, അവർക്കും അവരുടേതായ മറ്റു ചില സ്വന്തം ബന്ധങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പല നല്ല ബന്ധങ്ങളും ഇല്ലാതാകുന്നത്. എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ.